എല്ലാവർക്കും എജുനെറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തൊട്ടൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. UPSC മെയിൻസ് ഓപ്ഷണൽ പേപ്പറാണ് നമ്മൾ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ 3 ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ് ഈ ഒരു കോഴ്സിൽ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഫിലോസഫി ആണ്, രണ്ടാമത്തത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, മൂന്നാമത്തത് സോഷ്യോളജി. സിലബസ് മൊത്തത്തിൽ കവർ ചെയ്തിട്ട് നമ്മൾ ക്ലാസ് ഇടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിലോസഫിയിൽ നിന്നാണ്. നമുക്കിത് നോക്കാനുള്ളത് പ്ലേറ്റോ ആണ്. പ്ലേറ്റോയുടെ ഫിലോസഫി ആണ്. ഓൾറെഡി നമുക്കറിയാം പ്ലേറ്റോയുടെ ഫിലോസഫി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഐഡിയലിസം ആണ്. അപ്പം അതിനു മുന്നേ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഗ്രീക്ക് ഫിലോസഫർ ആണ്, ഡിസൈപ്പിൾ ഓഫ് സോക്രട്ടീസ്, സോക്രട്ടീസിന്റെ സ്റ്റുഡൻ്റ് ആണ്. ദ ഫസ്റ്റ് ഗ്രേറ്റ് സിസ്റ്റമാറ്റിക് ഫിലോസഫർ ഓഫ് ദ വെസ്റ്റേൺ ട്രഡീഷൻ. വെസ്റ്റേൺ ഫിലോസഫിയിൽ ക്ലാസിക്കൽ വെസ്റ്റേൺ ഫിലോസഫിയുടെ ഒരു സിസ്റ്റമാറ്റിക് ഫിലോസഫറായിട്ട് നമുക്ക് പ്ലേറ്റോയെ കൺസിഡർ ചെയ്യാം. അപ്പം അതിനു മുന്നേ ഉള്ള സോക്രട്ടീസ് ആണെങ്കിൽ പോലും ഫിലോസഫിക്കൽ ആയിട്ടുള്ള ടെക്സ്റ്റോ വർക്കോ ഒന്നും നമുക്ക് സോക്രട്ടീസിൻ്റെതായിട്ട് കാണാൻ സാധിക്കില്ല. സോക്രട്ടീസിന്റെ ഫിലോസഫിയൊക്കെ നമ്മൾ അറിയുന്നത് പ്ലേറ്റോയുടെ വർക്കിൽ നിന്നാണ്. അപ്പം നമുക്കൊരു സിസ്റ്റമാറ്റിക് ഫിലോസഫറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഡെവലപ്ഡ് ദ തിയറി ഓഫ് ഐഡിയ ഓർ ഫോം ആസ് ആൻ അക്കൗണ്ട് ഓഫ് ഇമ്മ്യൂട്ടബിൾ ട്രൂത്ത്. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു പ്ലേറ്റോയുടെ ഫിലോസഫി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഐഡിയലിസം ആണ്. പ്ലേറ്റോ ഇമ്മ്യൂട്ടബിൾ ട്രൂത്ത് ആയിട്ട് അല്ലെങ്കിൽ റിയാലിറ്റി ആയിട്ട് പ്ലേറ്റോ പറയുന്നത് ഐഡിയാസിനെയാണ്, അഥവാ ഫോംസിനെയാണ്. പിന്നെ ഇവിടെ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, ആർഗ്യൂഡ് ദാറ്റ് ഓൺലി ദ വൈസസ്റ്റ് മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി ഷുഡ് ബി ട്രസ്റ്റഡ് ടു റൂൾ. അപ്പൊ ഇത് പ്ലേറ്റോയുടെ ഒരു കോൺസെപ്റ്റ് ആണ്. ഫിലോസഫർ കിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഫിലോസഫർ കിങ്. അപ്പൊ അതിൽ പറയുന്നത് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് റൂൾ ചെയ്യേണ്ടത് ഫിലോസഫർ ആയിരിക്കണം. ആ സൊസൈറ്റിയിൽ ഏറ്റവും വൈസസ്റ്റ് ആയിട്ടുള്ള മെമ്പർ ആയിരിക്കണം റൂൾ ചെയ്യേണ്ടത് എന്നുള്ളത് പ്ലേറ്റോയുടെ ഒരു കോൺസെപ്റ്റ് ആണ്. ഫിലോസഫർ കിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. പിന്നെ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, ഐഡിയലിസ്റ്റ് ആണ്, ഐഡിയലിസ്റ്റ് റാഷണലിസ്റ്റ് ആണ്. പ്ലേറ്റോയുടെ ഐഡിയലിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അബ്സല്യൂട്ട് ഐഡിയലിസം ഉണ്ട്, സബ്ജക്റ്റീവ് ഐഡിയലിസം ഉണ്ട്, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഐഡിയലിസം ഉണ്ട്. പ്ലേറ്റോയുടെ ഫിലോസഫി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഐഡിയലിസം ആണ്. പ്ലേറ്റോയ്ക്ക് ഒരുപാട് വർക്കുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് റിപ്പബ്ലിക്. അത് നോട്ട് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ഐഡിയലിസം എല്ലാം പറയുന്നത് റിപ്പബ്ലിക്കിലാണ്. സോൾസ് ആർ ഇമ്മോർട്ടൽ ആൻഡ് ആർ റീബോൺ ഇൻ ടു ഡിഫറെന്റ് ബോഡീസ്. സോൾ എന്ന് പറയുന്നത് ഇമ്മോർട്ടൽ ആണ്, ഒരിക്കലും നശിക്കില്ല. അതിനെന്തുണ്ടാകും? പുനർജന്മങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലേ? ഡിഫറെന്റ് ബോഡീസിലായിട്ട് പുനർജന്മങ്ങൾ സോൾസിന് ഉണ്ടാകാറുണ്ട്. അക്കോർഡിംഗ് ടു പ്ലേറ്റോ, ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് റീകളക്ഷൻ. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പ്ലേറ്റോയുടെ അഭിപ്രായത്തിൽ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതല്ല, അതെന്താണ്? ഒരു പ്രോസസ് ഓഫ് റീകളക്ഷൻ ആണ്. നമ്മുടെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? ഈ പറയുന്ന ഫോംസും ഐഡിയാസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാണ്? റീകളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ പ്രോപ്പർ ഫോം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ടീച്ചിങ്. അപ്പം നമുക്കറിയാം ഓൾറെഡി ഐഡിയാസ് എവിടെ ഉണ്ട്? നമ്മുടെ മൈൻഡിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ റീകളക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിന്റെ ആവശ്യമില്ല? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തല്ല, ഒരു പ്രോപ്പർ ഫോം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ടീച്ചിങ് അല്ല. പിന്നെ എന്താണ്? ക്വസ്റ്റ്യനിങ് ടു ബ്രിങ് ഔട്ട് നോളജ് ദ സ്റ്റുഡന്റ് ഓൾറെഡി പൊസസ്. സ്റ്റുഡന്റിൽ വിദ്യാർത്ഥികളിൽ എന്തുണ്ട്? ഓൾറെഡി അവരിൽ കോൺസെപ്റ്റ് ഉണ്ട്, ഓൾറെഡി അവരിൽ എന്തുണ്ട്? ഐഡിയാസ് ഉണ്ട്, നോളജ് ഉണ്ട്. അതെന്ത് ചെയ്യുക? പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് പ്ലേറ്റോയുടെ കോൺസെപ്റ്റ് അല്ല, സോക്രട്ടീസിന്റെ കോൺസെപ്റ്റ് ആണ്. മിഡ് വൈഫറി മെത്തേഡ് എന്നൊക്കെ പറയും. അപ്പൊ ഓൾറെഡി ഉള്ള നോളജിനെ പുറത്തു കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിങ് മെത്തേഡാണ്. ക്വസ്റ്റ്യനിങ് മെത്തേഡിലൂടെ സ്റ്റുഡൻസിൽ നിന്ന് നോളജിനെ എന്ത് ചെയ്യുക? പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ഒരു മെത്തേഡിനെ ഡയലക്റ്റിക്കൽ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് സത്യത്തിൽ സോക്രട്ടീസിന്റെ മെത്തേഡാണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ദ ആർട്ട് ഓഫ് ക്വസ്റ്റ്യനിങ് വിച്ച് പ്ലേറ്റോ ഹാഡ് ലേൺ ഫ്രം സോക്രട്ടീസ്. ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയുന്നുണ്ട് ആർട്ട് ഓഫ് ക്വസ്റ്റ്യനിങ് പ്ലേറ്റോ ലേൺ ചെയ്യുന്നത് ആരിൽ നിന്നാണ്? സോക്രട്ടീസിൽ നിന്നാണ്. എന്താണ്? ആസ് എ മെത്തേഡ് ഓഫ് റെഫ്യൂട്ടിംഗ് ഫോൾസ് ഒപ്പീനിയൻസ് ഹി നെയിംസ് ഡയലക്റ്റിക്. അപ്പം അവിടെ നടക്കുന്നത് കോൺവെർസേഷൻ ആണ്, ഡയലോഗ്സ് ആണ് നടക്കുന്നത്. അപ്പം ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, ആൻസർ പറയും. ആൻസർ പറയുമ്പോൾ അതിൽ ഫോൾസ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ അത് റെഫ്യൂട്ട് ചെയ്ത് പോകും. എന്നിട്ട് അവസാനം കറക്റ്റ് ആയിട്ടുള്ള നോളജിലോട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു മെത്തേഡിനാണ് ഡയലക്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് കുറച്ചധികം ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻസ് ഇവിടെ പറയുന്നുണ്ട്. ഹൗ ദ ഹ്യൂമൻ മൈൻഡ് അച്ചീവ്സ് നോളജ്, വാട്ട് ഈസ് ദ സോഴ്സ് ഓർ ഗ്രൗണ്ട് ഓഫ് നോളജ്, വാട്ട് ഈസ് ദ ഫണ്ടമെന്റൽ
വാട്ട് ഈസ് ദ ഫണ്ടമെന്റൽ എലമെന്റ് ഓഫ് ദിസ് യൂണിവേഴ്സ്, അതായത് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്താന്നുള്ളത്. ഹൗ ടു എക്സ്പ്ലെയിൻ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ദിസ് യൂണിവേഴ്സ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ബീയിങ് ആൻഡ് ബിക്കമിങ്, അപ്പിയറൻസ് ആൻഡ് റിയാലിറ്റി. ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്, അപ്പൊ മുകളിൽ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണ് എന്തെന്ന് പറയുന്നത് തിയറി ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി നോക്കാനുള്ളത് പ്ലേറ്റോയുടെ തിയറി ഓഫ് ഐഡിയാസ് ഓർ തിയറി ഓഫ് ഫോംസ് ആണ് നോക്കാനുള്ളത്. നമുക്ക് ഓൾറെഡി അപ്പൊ അതിനു മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് പ്ലേറ്റോയുടെ ഫിലോസഫി എന്ന് പറയുന്നത്, എന്താണ് ഒബ്ജക്റ്റീവ് ഐഡിയലിസം ആണ്. പ്ലേറ്റോ 2 വേൾഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഈ എംപിരിക്കൽ വേൾഡ്, നമ്മളടക്കം ജീവിക്കുന്ന ഈ ഒരു എംപിരിക്കൽ വേൾഡും ഇതിനതീതമായിട്ടൊരു ട്രാൻസെൻഡന്റൽ വേൾഡ് ഉണ്ടെന്ന് പ്ലേറ്റോ പറയുന്നുണ്ട്. ട്രാൻസെൻഡന്റൽ വേൾഡിൽ ഫുൾ ഓഫ് ഐഡിയാസ് ആണ്. പ്ലേറ്റോയുടെ അഭിപ്രായത്തിൽ ഈ ഐഡിയാസ് ആണ് റിയൽ. പ്രാക്ടിക്കൽ വേൾഡിലുള്ള വസ്തുക്കളെ, നമ്മൾ ഈ ജീവിക്കുന്ന ഈ വേൾഡിലുള്ള വസ്തുക്കളെ പ്ലേറ്റോ പറയുന്നത് പെർസെപ്റ്റിബിൾസ് എന്നാണ്. ഓക്കെ, അപ്പം പെർസെപ്റ്റിബിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഐഡിയൽ വേൾഡിലുള്ള അഥവാ ട്രാൻസെൻഡന്റൽ വേൾഡിലുള്ള ഐഡിയാസിന്റെ കോപ്പീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, നമ്മൾ ഈ കാണുന്ന പ്രാക്ടിക്കൽ വേൾഡിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ വേൾഡിലുള്ള വസ്തുക്കൾ ഒന്നും തന്നെ റിയൽ അല്ല, ഐഡിയൽ വേൾഡിലുള്ള ഐഡിയാസിന്റെ കോപ്പീസ് ആയിട്ടാണ് പ്ലേറ്റോ പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ ഒരു വേൾഡിൽ ഒരു ടേബിൾ ഉണ്ട് അല്ലെ, ഈ ടേബിൾ എന്ന് പറയുന്നത് റിയൽ അല്ല. പിന്നെന്താണ്? ഐഡിയൽ വേൾഡിലുള്ള ഐഡിയ ഓഫ് ദ ടേബിളിന്റെ ഇമിറ്റേഷൻ ആണെന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോപ്പി ആണെന്തെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ വേൾഡിലുള്ള ഈ പറയുന്ന ടേബിൾ. ഓക്കെ ആണല്ലോ. പിന്നെ പ്ലേറ്റോയുടെ എയ്സ്തെറ്റിക്കൽ തിയറി ഉണ്ട്, ഇമിറ്റേഷൻ തിയറി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ പറയാം. ഈ ഒരു ടേബിളിനെ ഞാൻ ഒരു ക്യാൻവാസിലോട്ട് മാറ്റുകയാണ്. ഈ ഒരു ടേബിളിന്റെ ഒരു പടം ഞാൻ വരയ്ക്കുകയാണ് അല്ലെ. അപ്പൊ ഈ പടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ക്യാൻവാസിലുള്ള ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ വേൾഡിലുള്ള ടേബിളിന്റെ കോപ്പിയാണ്, ഇമിറ്റേഷൻ ആണ്. അപ്പം പ്ലേറ്റോ പറയുന്നത് ആർട്ട് എന്ന് പറയുന്നത്, അപ്പൊ ഇതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ആർട്ടായിട്ട് പറയാം. ആർട്ട് എന്ന് പറയുന്നത് എന്താണ്? കോപ്പി ഓഫ് ദ കോപ്പിയാണ്. അതായത് റിയൽ ആയിട്ടുള്ള ഐഡിയൽ വേൾഡിലുള്ള ഐഡിയ ഓഫ് ദ ടേബിളിന്റെ കോപ്പിയാണെന്ന് പറയുന്നത് ആർട്ട് എന്ന് പറയുന്നത്. വേറെ രീതിയിൽ നമുക്ക് പറയാം ഡബ്ലി റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി, യാഥാർത്ഥ്യത്തിൽ നിന്ന്. റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഐഡിയൽ വേൾഡിലുള്ള ഐഡിയാസ് ആണ്. അപ്പൊ യാഥാർത്ഥ്യത്തിൽ നിന്ന് 2 തവണ റിമൂവ് ചെയ്യപ്പെട്ടതാണെന്ന് പറയുന്നത് ആർട്ട് എന്ന് പറയുന്നത്. ഇതാണ് പ്ലേറ്റോയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഓൾറെഡി നമുക്കറിയാം എന്താണ് ഒബ്ജക്റ്റീവ് ഐഡിയലിസം ആണ്. ഒബ്ജക്റ്റീവ് ഐഡിയലിസം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ പറയുന്ന ടേബിളും ഡെസ്കും മരങ്ങളൊക്കെ പോലെ നമ്മുടെ മനസ്സിന് പുറത്തായിട്ട് യഥാർത്ഥത്തില് ഐഡിയാസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഐഡിയാസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് ഐഡിയലിസം പറയുന്നത് അല്ലെ. ഒരിക്കലും ഐഡിയാസ് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലോ മൈൻഡിലോ ഒന്നുമല്ല, റിയൽ ആയിട്ട് ഐഡിയൽ വേൾഡിൽ ഐഡിയാസ് എക്സിസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഈ പറയുന്ന ടേബിളും ഡെസ്കും നമ്മുടെ മുന്നിലുള്ള ഈ വസ്തുക്കളൊക്കെ എങ്ങനെയാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഐഡിയൽ വേൾഡിൽ ഐഡിയാസ് എക്സിസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഈ വേൾഡ് നശിച്ചു പോയാൽ പോലും എന്ത് നശിക്കില്ല? ഈ പറയുന്ന ഐഡിയാസ് നശിക്കില്ല. അതുകൊണ്ടാണ് പ്ലേറ്റോയുടെ ഫിലോസഫിയെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഐഡിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള തിയറി ഓഫ് ഐഡിയാസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? തിയറി ഓഫ് ഐഡിയാസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് സെൻട്രൽ തിയറി ഇൻ പ്ലേറ്റോസ് ഫിലോസഫി. പ്ലേറ്റോയുടെ ഫിലോസഫി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി എന്ന് പറയുന്നത് എന്താണ്? തിയറി ഓഫ് ഐഡിയാസ് ആണ്. ദ ഐഡിയ കോംപ്രിഹെൻസ് ദ എസെൻഷ്യൽ ക്വാളിറ്റി കോമൺ ടു മെനി പർട്ടിക്കുലേഴ്സ്. നമ്മുടെ മുന്നിൽ നമുക്ക് ഒരുപാട് വസ്തുക്കളെ കാണാൻ പറ്റും അല്ലേ. ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു ടേബിൾ എടുക്കുകയാണ്, എൻ്റെ മുന്നിൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? പർട്ടിക്കുലർ ആണ്. ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ടേബിളിൽ എന്തുണ്ട്? ഒരു എസെൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഉണ്ട്. ആ ഐഡിയ ആണ്, ആ യൂണിവേഴ്സൽ ആണ് എന്തെന്ന് പറയുന്നത് റിയൽ ആയിട്ട്
പ്ലേറ്റോ പറയുന്നത്. അപ്പൊ നമുക്ക് ആ ടേബിളിനെ നശിപ്പിച്ച് കളയാൻ പറ്റും, പക്ഷെ ഐഡിയ ഓഫ് ദ ടേബിൾ എന്ന് പറയുന്ന ആ ഒരു എസെൻസിനെ നമുക്ക് ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല. അതാണ് റിയൽ എന്നാണ് പ്ലേറ്റോ പറയുന്നത്. ദ എസെൻസ് ഓഫ് തിങ്സ് കൺസിസ്റ്റ് ഇൻ ദെയർ യൂണിവേഴ്സൽ ഫോം. അപ്പം നമ്മൾ ഈ പറയുന്ന തിങ്സിന്റെ എസെൻസ് എന്ന് പറയുന്നത്, ഐഡിയ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? യൂണിവേഴ്സൽ ഫോംസിലായിരിക്കും. പ്രയർ ടു പ്ലേറ്റോ സോക്രട്ടീസ് മെയിൻറ്റെയിൻസ് ദാറ്റ് ഐഡിയാസ് ആർ കോൺസെപ്റ്റ് ഇൻ ദ മൈൻഡ്. അപ്പം ആ പ്ലേറ്റോയ്ക്ക് മുന്നേ ആയിട്ട് തന്നെ സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട് ഐഡിയാസ് എന്ന് പറയുന്നത് എന്താണ്? കോൺസെപ്റ്റ് ആണ്. അത് എവിടാണുള്ളത്? മൈൻഡിലാണ് ഉള്ളത്. പ്ലേറ്റോ റീഫോർമുലേറ്റ്സ് ആൻഡ് മോഡിഫൈ സോക്രട്ടീസ് കൺസെപ്ഷൻ ഓഫ് ഐഡിയാസ്. അപ്പം സോക്രട്ടീസിന്റെ അതേ കോൺസെപ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ കൺസെപ്ഷൻ ഓഫ് ഐഡിയാസ് തന്നെയാണ് ഇവിടെ പ്ലേറ്റോ എന്ത് ചെയ്തിരിക്കുന്നത്? മോഡിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്തുണ്ട്? അവർക്കിടയിൽ കുറച്ചധികം ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസ് നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പൊ എന്താണ് ദ മെയിൻ പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സോക്രട്ടീസ് ആൻഡ് പ്ലേറ്റോ ആർ ആസ് ഫോളോ. ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ഫോർ സോക്രട്ടീസ് ഐഡിയാസ് ആർ കോൺസെപ്റ്റ് ആർ ഇൻ മൈൻഡ് ആർ ഇൻ ദ മൈൻഡ് ആസ് മെന്റൽ കൺസ്ട്രക്ട്. അപ്പൊ സോക്രട്ടീസ് പറയുന്നത് എന്താണ്? ഐഡിയാസ് ആണ് റിയൽ, അതാണ് കോൺസെപ്റ്റ്. അത് എവിടെയാണ് ഉള്ളത്? മൈൻഡിലാണുള്ളത്. അത് മെന്റൽ കൺസ്ട്രക്റ്റ് ആയിട്ടാണ് സോക്രട്ടീസ് പറയുന്നത്. പക്ഷെ പ്ലേറ്റോ പറയുന്നത് എന്തുവാണ്? മെയിൻറ്റെയിൻസ് ദാറ്റ് ഐഡിയാസ് ഹാവ് ഒബ്ജക്റ്റീവ് എക്സിസ്റ്റൻസ്. പക്ഷേ പ്ലേറ്റോ പറയുന്നത് ഐഡിയാസ് ഒരിക്കലും എന്തല്ല, നമ്മുടെ മൈൻഡിലല്ല ഉള്ളത്. അതിനെന്തുണ്ട്? ഒബ്ജക്റ്റീവ് എക്സിസ്റ്റൻസ് ഉണ്ട്. അതായത് നമ്മുടെ മൈൻഡിന് പുറത്തായിട്ട് യഥാർത്ഥത്തിൽ ഐഡിയാസ് എക്സിസ്റ്റ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്? സോക്രട്ടീസ് മെൻഷൻസ് സർട്ടൻ കൺസെപ്റ്റ് ലൈക്ക് എനി ഇന്റർ റിലേഷൻ ബിറ്റ്വീൻ ദം. അപ്പം ഈ ഐഡിയാസ് തമ്മിൽ ഒരു രീതിയിലുള്ള ഇന്റർ റിലേഷനും സോക്രട്ടീസ് മെൻഷൻ ചെയ്യുന്നില്ല. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഐഡിയാസ് ഒരുപാടുണ്ട്, ഐഡിയാസ് തമ്മിലുള്ള ഇന്റർ റിലേഷൻ സോക്രട്ടീസ് പറയുന്നില്ല. പക്ഷെ പ്ലേറ്റോ പറയുന്നത് എന്താണ്? പ്ലേറ്റോ അഡ്മിറ്റ്സ് ഇന്റർ റിലേഷൻ ബിറ്റ്വീൻ ഐഡിയാസ്. ഐഡിയാസ് തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്, ഇന്റർ റിലേഷൻ ഉണ്ട് എന്ന് പ്ലേറ്റോ പറയുന്നു. സോക്രട്ടീസ് ഡസ് നോട്ട് ഷോ ഹൗ അതർ ഐഡിയാസ് ആർ റിലേറ്റഡ് ടു ഗുഡ്. Plato tries to show that other ideas are related to good. സോക്രട്ടീസ് എന്ത് ചെയ്യുന്നില്ല? ഹൗ അതർ ഐഡിയാസ് റിലേറ്റഡ് ടു ഗുഡ്. മറ്റുള്ള ഐഡിയാസ് എങ്ങനെയാണ് ഗുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് സോക്രട്ടീസ് പറയുന്നതില്ല. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതൊന്നും സോക്രട്ടീസ് പറയുന്നില്ല. പക്ഷെ പ്ലേറ്റോ എന്താണ്? പ്ലേറ്റോയുടെ ഫിലോസഫി എന്ന് പറയുന്നത് എന്താണ്? tries to show that other ideas are related to good. മറ്റുള്ള ഐഡിയാസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഗുഡുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ സോക്രട്ടീസ് എന്താണ്? അത് സോക്രട്ടീസിന്റെ ഒരു കൺസേണേ അല്ലായിരുന്നു. ഐഡിയാസ് എങ്ങനെയാണ് ഗുഡുമായിട്ട് റിലേറ്റഡ് ആകുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് സോക്രട്ടീസിന്റെ ഒരു കൺസേൺ ആയിരുന്നില്ല. ഓക്കെ, പിന്നെ നമുക്കിവിടെ പഠിക്കാനുള്ളത്, നമ്മളിപ്പം എന്താണ് തിയറി ഓഫ് ഐഡിയാസ് ആണ്, പ്ലേറ്റോയുടെ തിയറി ഓഫ് ഐഡിയാസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം പ്ലേറ്റോയുടെ ഐഡിയാസിനെ നമുക്ക് 3 പെർസ്പെക്റ്റീവ്സിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പറയുന്നത് എന്താണ്? സെല്ലർ ആണ്. അക്കോർഡിംഗ് ടു സെല്ലർ, പ്ലേറ്റോസ് ഐഡിയാസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം 3 പെർസ്പെക്റ്റീവ്സ്. ഒന്നാമത്തത് ഓണ്ടോളജിക്കൽ ആണ്, രണ്ടാമത്തത് ലോജിക്കൽ ഓർ ഫോമൽ ആണ്, മൂന്നാമത്തത് ടെലിയോളജിക്കൽ ആണ്. ഓണ്ടോളജിക്കൽ എന്താന്നുള്ളത് നോക്കാം. ഐഡിയാസ് ആർ തിങ്സ് ഇൻ ദംസെൽസ്. ഐഡിയാസ് തന്നെയാണ് വസ്തുക്കളായിട്ട്, ഐഡിയാസ് തന്നെയാണ് സബ്സ്റ്റൻസ്, ഐഡിയാസ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? തിങ്സ് എന്ന് പറയുന്നത്. ദേ ആർ റിയൽ എൻറ്റിറ്റീസ്. ഐഡിയാസ് എന്ന് പറയുന്നത് റിയൽ എൻറ്റിറ്റീസ് ആണ്, യഥാർത്ഥ തിങ്സ് ആണ്. ദേ ആർ ഇൻഡിപെൻഡന്റ് ബീയിങ്. അല്ലേ? ഐഡിയാസിന് എന്തുണ്ട്? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. ദേ ഡിപ്പെൻഡ് നൈദർ ഓൺ ഹ്യൂമൻ ബീങ്സ് നോർ ഓൺ ഗോഡ്. അപ്പൊ ഈ പറയുന്ന ഐഡിയാസ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മനുഷ്യന്റെ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഗോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ സബ്ജക്റ്റീവ് ഐഡിയലിസം പറയുന്നത് എന്താണ്? ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ആ സബ്ജക്റ്റിന് ഒരു മൈൻഡ് ഉണ്ടായിരിക്കും, ആ മൈൻഡിൽ ഐഡിയാസ് ഉണ്ട്, ആ ഐഡിയാസിന്റെ പ്രൊജക്ഷൻ ആണ് എക്സ്റ്റേണൽ വേൾഡ് ആയിട്ട് പറയുന്നത്. അപ്പം ആ മൈൻഡ് ഡിപ്പെൻഡന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഐഡിയാസ് എന്ന് പറയുന്നത്. ആ മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഐഡിയാസ് ഉള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് ഐഡിയലിസത്തിൽ പ്ലേറ്റോ പറയുന്നത് എന്താണ്? ദേ ഡിപ്പെൻഡ് നൈദർ ഓൺ ഹ്യൂമൻ ബീങ്സ് നോർ ഓൺ ഗോഡ്. അപ്പം ഈ പറയുന്ന ഐഡിയാസ് ആരുമായിട്ട് ഡിപ്പെൻഡന്റ് അല്ല? ഗോഡുമായിട്ടോ ഹ്യൂമൻ ബീങ്സുമായിട്ടോ ഒന്നും ഡിപ്പെൻഡന്റ് അല്ല. ഐഡിയാസ് ആർ ബിയോണ്ട് സ്പേസ് ആൻഡ് ടൈം. സ്പേസിനും ടൈമിനും അതീതമായിട്ടുള്ളതാണ്
ഐഡിയാസ് ആർ പ്രയർ ടു പർട്ടിക്കുലർ തിങ്സ്. നമ്മൾ ഈ പറയുന്ന വസ്തുക്കളിൽ ഈ വേൾഡിൽ ഒരുപാട് വസ്തുക്കളുണ്ട്, അതിനൊക്കെ മുന്നേ ആയിട്ട് എന്തുണ്ട്? ഐഡിയാസ് ഉണ്ട്. ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് പർട്ടിക്കുലർ തിങ്സ്. ഈ പർട്ടിക്കുലർ തിങ്സിന് പുറമെ ആയിട്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ തിങ്സിന് അതീതമായിട്ട് യഥാർത്ഥത്തിൽ ഐഡിയാസ് എക്സിസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഈ ടേബിളിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഈ ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഐഡിയ ഓഫ് ദ ടേബിൾ ഉള്ളത്. ഈ ലോകത്തുള്ള ടേബിൾ എല്ലാം നശിപ്പിച്ചു കളഞ്ഞാലും ടേബിൾനെസ് എന്ന് പറയുന്ന ഒരു ആശയം അവിടെ നിലനിൽക്കും. ഓക്കെ, ആ ഐഡിയ ഉള്ള ആർക്ക് വേണമെങ്കിലും പുതിയൊരു ടേബിൾ എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ റിയൽ ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ റിയൽ തിങ് ആയിട്ട് റിയൽ സബ്സ്റ്റൻസ് ആയിട്ട് പ്ലേറ്റോ പറയുന്നത് ഐഡിയാസിനെയാണ്. ഓക്കെ ആണല്ലോ. ഐഡിയാസ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ബൈ എ നമ്പർ ഓഫ് പർട്ടിക്കുലർ തിങ്സ് and in way ideas are somehow related to particulars but still ideas are independent of particulars. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് തന്നെയാണ്, ഐഡിയാസ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? പർട്ടിക്കുലേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ? ഈ പറയുന്ന യൂണിവേഴ്സൽ കോൺസെപ്റ്റ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോൺസെപ്റ്റിന്റെ കോപ്പീസ് ആണ്, ഇമിറ്റേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ വേൾഡിലുള്ള എല്ലാ വസ്തുക്കളും. പക്ഷേ ഐഡിയാസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പർട്ടിക്കുലേഴ്സിന് ഇൻഡിപെൻഡന്റ് ആയിട്ട്, പർട്ടിക്കുലേഴ്സിന് അതീതമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന റിയാലിറ്റിയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ലോജിക്കലാണ് നോക്കാനുള്ളത്. ലോജിക്കൽ ഓർ ഫോമൽ ആണ് നോക്കാനുള്ളത്. ഐഡിയാസ് ആർ യൂണിവേഴ്സൽ നോട്ട് പർട്ടിക്കുലേഴ്സ്. ഐഡിയാസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്, യൂണിവേഴ്സൽ കോൺസെപ്റ്റ് ആണ്, ഒരിക്കലും പർട്ടിക്കുലേഴ്സ് അല്ല. പർട്ടിക്കുലർ എക്സിസ്റ്റ് ഇൻ സ്പേസ് ആൻഡ് ടൈം. പർട്ടിക്കുലർ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു സ്പേസിലും ടൈമിലും ആയിരിക്കും. അപ്പൊ എന്റെ മുന്നിൽ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിള് ഈ എന്റെ മുന്നിലുള്ള കുറച്ച് സ്ഥലത്ത് എക്സിസ്റ്റ് ചെയ്യുന്നു, ഈ സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്നു. ഒരു 10 വർഷം കൂടി ഈ ടേബിൾ കാണുമായിരിക്കും. അത് കഴിയുമ്പോൾ ആ ടേബിൾ നശിച്ചു. അപ്പം പർട്ടിക്കുലേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള സ്പേസിലും ടൈമിലും ആയിരിക്കും. പക്ഷേ യൂണിവേഴ്സൽ ഈസ് നോൺ സ്പേഷ്യൽ ആൻഡ് നോൺ ടെമ്പോറൽ. യൂണിവേഴ്സൽ എന്ന് പറയുന്നത്, ഐഡിയ എന്ന് പറയുന്നത് നോൺ സ്പേഷ്യൽ ആണ്, നോൺ ടെമ്പോറൽ ആണ്. കൃത്യമായിട്ട് എന്താണ്, ഒരു സ്പേസിലോ ടൈമിലോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നല്ല. ടൈമിനും സ്പേസിനും അതീതമായിട്ട് എക്സിസ്റ്റൻസ് ഉള്ളതാണ്. യൂണിവേഴ്സൽസ് ഹാവ് എക്സാമ്പിൾസ്. ഫോർ ഇൻസ്റ്റൻസ് ദ കോൺസെപ്റ്റ് ഓഫ് ട്രീ എക്സിസ്റ്റ് ഇൻ ഓൾ ദ ട്രീ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം യൂണിവേഴ്സലിന്. ഈ നമ്മുടെ വേൾഡിൽ ഒരുപാട് ട്രീസ് ഉണ്ട് അല്ലെ, മരങ്ങളുണ്ട്. എല്ലാ മരങ്ങളിലും ഉള്ളത് ഒരു കോൺസെപ്റ്റ് ഓഫ് ട്രീ ആണ്, അല്ലെങ്കിൽ ട്രീനെസ് ആണുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ദ കോൺസെപ്റ്റ് ഓഫ് ട്രീ എക്സിസ്റ്റ് ഇൻ ഓൾ ദ ട്രീസ്. എല്ലാ ട്രീസിലും എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ദ കോൺസെപ്റ്റ് ഓഫ് ട്രീ ആണ്, ഒരേ ഒരു കോൺസെപ്റ്റ് ഓഫ് ട്രീ ആണ്. പിന്നെന്താണ് ഇവിടെ പറയുന്നത്? പർട്ടിക്കുലേഴ്സ് ക്യാൻ ബി നോൺ ത്രൂ സെൻഷ്യസ് എക്സ്പീരിയൻസ് ബട്ട് ദ നോളജ് ഓഫ് യൂണിവേഴ്സൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സെൻഷ്യസ് എക്സ്പീരിയൻസ്. അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിലുള്ള വസ്തുക്കളെ നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും? നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പർട്ടിക്കുലേഴ്സിന്, നമ്മുടെ ഈ വേൾഡിലുള്ള വസ്തുക്കളെ നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നോളജ് ഓഫ് ദ യൂണിവേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഐഡിയാസിനെ കുറിച്ചിട്ടുള്ള അറിവ് ഒരിക്കലും നമുക്ക് എന്തിലൂടെ കിട്ടില്ല? സെൻഷ്യസ് എക്സ്പീരിയൻസിലൂടെ കിട്ടില്ല, സെൻസ് ഓർഗൻസിലൂടെ കിട്ടില്ല. യൂണിവേഴ്സൽ ക്യാൻ ബി നോൺ ത്രൂ റാഷണൽ കൊഗ്നിഷൻ ആസ് ഇൻസൈറ്റ്. അപ്പൊ ഇൻഡ്യൂട്ടീവ് ആയിട്ട് മാത്രമേ, ഇൻസൈറ്റിലൂടെ മാത്രമേ നമുക്ക് യൂണിവേഴ്സലിനെ അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇത് പ്ലേറ്റോ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ന്യായവൈശേഷിക മെയിൻറ്റെയിൻസ് ദാറ്റ് യൂണിവേഴ്സൽ ക്യാൻ ബി സീൻ ഇൻ പർട്ടിക്കുലർ ത്രൂ എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ. അപ്പൊ ന്യായവൈശേഷികയിലും പറയുന്നത് എന്താണ്? യൂണിവേഴ്സലിനെ നമുക്ക് പർട്ടിക്കുലേഴ്സിലൂടെ കാണാൻ സാധിക്കും. എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷനിലൂടെയാണ്, അലൗകിക പ്രത്യക്ഷയിലൂടെ നമുക്ക് പർട്ടിക്കുലേഴ്സിലൂടെ നമുക്ക് എന്തിനെ കാണാൻ സാധിക്കും? യൂണിവേഴ്സൽസിനെ കാണാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ ഹുസൈലും പറയുന്നുണ്ട്, ഹുസൈൽ തിങ്സ് ദാറ്റ് യൂണിവേഴ്സൽ ക്യാൻ ബി നോൺ ഇൻഡ്യൂട്ടീവ്ലി. യൂണിവേഴ്സലിനെ, എസെൻസിനെ നമുക്ക് ഇൻഡ്യൂട്ടീവ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ സാധിക്കും എന്ന് ആരും പറയുന്നുണ്ട്? ഹുസൈലും പറയുന്നുണ്ട്. ഫിനോമിനോളജിയിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് മൂന്നാമതായിട്ട് നോക്കാനുള്ളത് ടെലിയോളജിക്കലാണ്. ഐഡിയാസ് ആർ ടെലിയോളജിക്കൽ. ഐഡിയാസ് എന്ന് പറയുന്നത് എന്താണ്? ടെലിയോളജിക്കൽ ആണ്. കാരണം എന്താണ്? അതൊരു പർപ്പസ് ഓറിയന്റഡ് ആണ്. ഓരോ ഐഡിയാസിന് എന്തുണ്ട്? കൃത്യമായിട്ടുള്ള പർപ്പസ് ഉണ്ട്. ഐഡിയാസ് ആർ ആർക്കിടൈപ്പ് ഓർ മോഡൽ. ഓരോ ഐഡിയാസും എന്താണ്? ഓരോ ആർക്കിടൈപ്പ് ആണ്, മോഡലാണ്. ഇപ്പൊ ഐഡിയ ഓഫ് ദ ട്രീ എടുക്കുകയാണെങ്കിൽ അതൊരു മോഡലാണ്. അത് വെച്ചിട്ടാണ് ഈ വേൾഡിലുള്ള എല്ലാ ട്രീസും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ആ മോഡലിന്റെ പ്രൊജക്ഷൻ ആണ് അല്ലെങ്കിൽ ഇമിറ്റേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ വേൾഡിലുള്ള എല്ലാ ട്രീസും. അതേപോലെ തന്നെയാണ് ഈ വേൾഡിലുള്ള എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായിട്ടുള്ള മോഡല് ഉണ്ട്. Particulars are
there to realize and actualize their ideas. All ideas are directed towards highest idea. അപ്പൊ എല്ലാ ഐഡിയാസും എന്തിലോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? ഹയസ്റ്റ് ഐഡിയയിലോട്ടാണ്. ആ ഐഡിയ ആണെന്ന് പറയുന്നത് ദ ഐഡിയ ഓഫ് ഗുഡ് എന്ന് പറയുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞായിരുന്നു, സോക്രട്ടീസിന്റെയും പ്ലേറ്റോയുടെയും ഡിഫറൻസ് പറഞ്ഞ സമയത്ത് നമ്മളത് പറഞ്ഞത്. ഈ മൂന്ന് പെർസ്പെക്റ്റീവ്സിലൂടെ നമുക്ക് പ്ലേറ്റോയുടെ തിയറി ഓഫ് ഐഡിയാസ് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ എപ്പിസ്റ്റമോളജിക്കൽ ആൻഡ് മിസ്റ്റിക്കൽ എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ രണ്ടെണ്ണം പറയുന്നുണ്ട്. WT സ്റ്റേസ് പറയുന്നതാണ്. അപ്പൊ അതും കൂടെ നമുക്ക് നോക്കാം. എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? WT സ്റ്റേസ് പോയിന്റ് ഔട്ട് ദാറ്റ് പ്ലേറ്റോ നോളജ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് ദ ഐഡിയാസ്. ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള നോളജ് ഒരിക്കലും ഐഡിയാസ് ഇല്ലാണ്ട് പോസിബിൾ അല്ല. അപ്പൊ ഐഡിയാസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള നോളജ് കിട്ടുന്നത്. ഫോർ പ്ലേറ്റോ സെൻസേഷൻ കനോട്ട് ബി കോൺസ്റ്റിറ്റ്യൂട്ട് നോളജ്. സെൻസേഷനിലൂടെ മാത്രം നമുക്ക് എന്ത് കിട്ടണമെന്നില്ല? നോളജ് കിട്ടണമെന്നില്ല. നോളജ് റിക്വേഴ്സ് കോൺസെപ്റ്റ്. നോളജിന് എന്ത് ആവശ്യമാണ്? കോൺസെപ്റ്റ് ആവശ്യമാണ്, ഐഡിയാസ് ആവശ്യമാണ്. വിത്തൗട്ട് കോൺസെപ്റ്റ് വി കനോട്ട് ഐഡന്റിഫൈ എനി ഒബ്ജക്റ്റ്. അപ്പൊ കോൺസെപ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ഐഡിയ ഓഫ് ട്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുന്നിലുള്ള ഒരു മരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മരത്തെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതാണ് എപ്പിസ്റ്റമോളജിക്കൽ സൈഡായിട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പറയുന്നത് മിസ്റ്റിക്കലാണ്. മിസ്റ്റിക്കൽ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേസ് ഹാസ് ടോക്ഡ് അബൌട്ട് മിസ്റ്റിക്കൽ ആസ്പെക്ട് ഓഫ് പ്ലേറ്റോസ് ഐഡിയാസ്. മിസ്റ്റിക്കൽ ആസ്പെക്റ്റിലൂടെ നമുക്ക് പ്ലേറ്റോയുടെ ഐഡിയാസിനെ മനസ്സിലാക്കാം. ഓൾദോ ഇറ്റ് ഈസ് ഡിബേറ്റബിൾ വെദർ Plato's theory of ideas have mystic element or not. അത് എന്താണ്? ഡിബേറ്റബിൾ ആണ്. പ്ലേറ്റോയുടെ തിയറി ഓഫ് ഐഡിയാസ് എന്ന് പറയുന്നത് അതിൽ മിസ്റ്റിക്കൽ എലമെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്താണ്? ഡിബേറ്റബിൾ ആണ്. ബട്ട് സ്റ്റേസ് ഡസ് നോട്ട് യൂസ് മിസ്റ്റിക് ഇൻ ദ ട്രഡീഷണൽ സെൻസ് ഓഫ് ദ ടേം. അപ്പൊ ഈ ഒരു ടേമിന് ഒരു ട്രഡീഷണൽ മീനിങ് ഉണ്ട്. മിസ്റ്റിക്കൽ ആയിട്ടുള്ള എന്നുള്ള ഒരു ട്രഡീഷണൽ മീനിങ് ഉണ്ടല്ലോ, ആ രീതിയിലല്ല ഇവിടെ സ്റ്റേസ് അതിനെ കുറിച്ചിട്ട് പറയുന്നത്. മിസ്റ്റിക് ഈസ് യൂസ്ഡ് ടു എംഫസൈസ് റാഷണൽ ആസ്പെക്ട്. ഇവിടെ മിസ്റ്റിക് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? റാഷണൽ ആസ്പെക്ട് ആണ്. പ്ലേറ്റോ മെയിൻറ്റെയിൻസ് ദാറ്റ് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഐഡിയാസ് ത്രൂ സെൻസസ്. കണ്ടോ, റാഷണൽ എന്ന് പറയാൻ കാരണം എന്തുവാണ്? പ്ലേറ്റോ പറയുന്നത് എന്തുവാണ്? നമുക്ക് ഐഡിയാസിനെ ഒരിക്കലും സെൻസസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ്? സെൻസ് എക്സ്പീരിയൻസ് ക്യാൻ ഹെൽപ്പ് us റീകോൾ ദ നോളജ് ഓഫ് ഐഡിയാസ്. സെൻസ് എക്സ്പീരിയൻസിലൂടെ നമുക്ക് എന്ത് മാത്രമേ സാധിക്കുള്ളൂ? നോളജ് ഓഫ് ഐഡിയാസിനെ നമുക്ക് റീകോൾ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. ബട്ട് നോളജ് ഈസ് ബേസ്ഡ് ഓൺ റാഷണൽ കൊഗ്നിഷൻ. നോളജ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? റാഷണൽ കൊഗ്നിഷനിലൂടെയാണ് കിട്ടുന്നത്. അതായത് അത് ഒരു മിസ്റ്റിക്കലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. റാഷണൽ ആസ്പെക്റ്റിലൂടെയാണ് നമുക്കത് കിട്ടുന്നത്. ഇൻഡ്യൂട്ടീവ് ആയിട്ടാണ്, ഇൻസൈഡിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. റീസൺ എലോൺ ക്യാൻ ഗീവ് us നോളജ് ഓഫ് ഐഡിയാസ്. റീസണിലൂടെ മാത്രമേ, റാഷണൽ ഇൻസൈഡിലൂടെ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ പറയുന്ന നോളജ് ഓഫ് ഐഡിയാസ് കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലേറ്റോയുടെ തിയറി ഓഫ് ഐഡിയാസിൽ പഠിക്കാനുള്ളത്. ഇനി കുറച്ച് ഉണ്ട്, ഐഡിയാസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഡബിൾ വേൾഡ് കോൺസെപ്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ അലിഗറി ഓഫ് ദ കേവ്, അങ്ങനെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പ്ലേറ്റോയിൽ പഠിക്കാനുണ്ട്. പിന്നെ അരിസ്റ്റോട്ടലിന്റെ കുറച്ച് ക്രിറ്റിസിസം നോക്കാനുണ്ട്. നമുക്കൊരു 2 വീഡിയോസും കൂടെ വെച്ചിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.